കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. പ്രതിഫലം പ്രതീക്ഷിച്ചല്ല കത്തോലിക്ക സഭ പള്ളിക്കൂടവും ആതുരാലയവും അഗതി മന്ദിരവും ഒന്നും നടത്തുന്നതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. നഷ്ട കച്ചവടത്തിൽ സ്വർഗരാജ്യമുണ്ടെന്ന തിരിച്ചറിവാണ് കത്തോലിക്ക സഭയുടെ മുഖമുദ്ര. ഇരിങ്ങാലക്കുടയിൽ 47ാം രൂപതാ ദിനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. കുടുംബങ്ങളെ ബലപ്പെടുത്തണമെന്നും നാട് വിട്ട് കടൽ കടന്ന് മറുകരയെത്താൻ വ്യഗ്രത കൂട്ടുന്ന യുവസമൂഹമുള്ള ഒരു കാലഘട്ടമാണിതെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ഇരിങ്ങാലക്കുട രൂപതാ ദിന ആഘോഷത്തോടനുബന്ധിച്ച് മാരാങ്കോട് കൂർക്കമറ്റത്ത് ആരംഭിച്ച കിടപ്പ് രോഗികൾക്കുള്ള സ്നേഹസദൻ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. 20 കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകാനുള്ള സൗകര്യങ്ങളാണ് സ്നേഹസദനിൽ ഒരുക്കിയിട്ടുള്ളത്. ഇരിങ്ങാലക്കുട പൊറത്തുശ്ശേരി അഭയഭവന്റെ അനുബന്ധ സ്ഥാപനമാണിത്. ഈ രണ്ടിടങ്ങളിലും നിർമ്മലദാസി സിസ്റ്റേഴ്സാണ് ശുശ്രൂഷ ചെയ്യുന്നത്. സ്വന്തം വിശുദ്ധരുടെ തറവാട്ട് വീടാണ് ഇരിങ്ങാലക്കുട രൂപതയെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഇരിങ്ങാലക്കുടയിൽ 47ാം രൂപതാ ദിന ആഘോഷത്തിൽ ദിവ്യബലി മധ്യേ സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ്. ഇരിങ്ങാലക്കുട രൂപതയുടെ സ്ഥാപനത്തിലും പ്രഥമ മെത്രാൻമാർ ജെയിംസ് പഴയാറ്റിലിന്റെ മെത്രാഭിഷേക ചടങ്ങിലും പങ്കെടുത്തതിന്റെ ഓർമ്മകളും മേജർ ആർച്ച് ബിഷപ്പ് പങ്കുവച്ചു. അന്ന് താൻ സെമിനാരി വിദ്യാർത്ഥി ആയിരുന്നുവെന്നും രൂപത 46 വർഷം പിന്നിടുമ്പോൾ ഒരുപാട് വളർന്നുവെന്നും സർവ്വ അഭിവൃദ്ധിയുടെ പിറകിലും കൂട്ടായ്മയുടെ കരുത്തും കുലീനത്വത്തിന്റെ മഹത്വവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വയം മറന്നു പ്രവർത്തിക്കുവാൻ സന്നദ്ധരായ പ്രഗത്ഭരും വിശുദ്ധരുമായ വൈദികരും അവരോട് കരം കോർക്കാൻ തയ്യാറായ സമർപ്പിതരും വിശ്വാസത്താൽ മാതൃക നൽകാൻ തയ്യാറുള്ള കുടുംബങ്ങളുമാണ് ഇരിങ്ങാലക്കുട രൂപതയിലുള്ളതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. വഖഫ് ബോർഡിന്റെ അന്യായവും മനുഷ്യത്വരഹിതവുമായ അവകാശവാദങ്ങളാൽ കേരളത്തിലെ മുനമ്പം ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി ജനങ്ങൾ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ 1995-ലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്ന് സീറോ മലബാർ സഭ സംയുക്ത പാർലമെന്ററി സമിതിയോട് ആവശ്യപ്പെട്ടു. എറണാകുളം ജില്ലയിലെ ചെറായി, മുനമ്പം ഗ്രാമങ്ങളിൽ തലമുറകളായി ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള നിരവധി സ്വത്തുക്കൾ വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി അവകാശപ്പെട്ടതായും ദരിദ്രരായ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽപ്പെട്ട 600ഓളം കുടുംബങ്ങൾ ഭീഷണിയിലാണെന്നും സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. കാഞ്ഞിരപ്പള്ളി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ഹൈറേഞ്ച് മേഖലാ തീർത്ഥാടനവും മരിയൻ റാലിയും ഉപ്പുതറയിൽ നടന്നു. മലനാടിന്റെ മാതൃദേവാലയമായ ഉപ്പുതറ പള്ളിയിലേക്ക് നടന്ന തീർത്ഥാടനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഹൈറേഞ്ച് മേഖലയിലെ 5 ഫൊറോനകളിലെ കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. ഉപ്പുതറ യൂദാ തദേവുസ് കപ്പേലയുടെ മുൻപിൽ നിന്ന് ആരംഭിച്ച മരിയൻ റാലി ഫൊറോന വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിങ്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. രൂപത ചെറുപുഷ്പ മിഷൻ ലീഗ് വൈസ് പ്രസിഡന്റ് നോറ ആലാനിക്കൽ പതാക ഏറ്റുവാങ്ങി. രൂപത ഭാരവാഹികളായ ഡിയോൺ കൊന്നയ്ക്കൽ, ഇവാനിയ മണഞ്ചേരി, അരുൺ പോൾ കോട്ടയ്ക്കൽ, ജോബിൻ വരിക്കമാക്കൽ, അലൻ ജോളി പടിഞ്ഞാറേക്കര, മാത്യൂസ് മടുക്കുഴി, സിസ്റ്റർ റീറ്റ മരിയ FCC എന്നിവരും ഉപ്പുതറ ഫൊറോന ഡയറക്ടർ ഫാദർ വർഗീസ് പൊട്ടുകുളത്തിന്റെ നേതൃത്വത്തിൽ ഫൊറോന ഭാരവാഹികളും മരിയൻ റാലിക്ക് നേതൃത്വം നൽകി. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിനൊരുക്കമായി 14 നോമ്പ് ആചരിക്കുന്ന ഏക ദേവാലയമാണ് നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമെന്ന് മാനന്തവാടി രൂപത സഹായമെത്രാൻ അഭിമന്യമാർ ഡോക്ടർ അലക്സ് താരാമംഗലം. നടവയൽ ഹോളി ക്രോസ് ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ ആഘോഷവേളയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. പിതാവായ ദൈവം ആദരവോടെ കൊടുത്ത സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയമെന്നും ഈ സമ്മാനം നമുക്കെല്ലാവർക്കും ഇന്ന് അമ്മയായി തീർന്നിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഉടയാട വിനയം എളിമയാണെന്നും വിനയമുള്ള ഹൃദയത്തോടെ നാം ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്നും പിതാവ് ഓർമ്മിപ്പിച്ചു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അജപാലന സന്ദർശനത്തിനായി പുറപ്പെട്ടു. മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി ബ്രിട്ടനിൽ എത്തുന്ന സഭാ തലവനെ സ്വീകരിക്കുവാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത PRO റെവറൻഡ് ഡോക്ടർ ടോം ഓലിക്കരോട്ട് അറിയിച്ചു. സെപ്റ്റംബർ 11 മുതൽ 29 വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ രൂപതയുടെ വിവിധ ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളും മാർ തട്ടിൽ സന്ദർശിക്കും. മേജർ ആർച്ച് ബിഷപ്പിന്റെ സന്ദർശനത്തെ മാതൃസഭയോടുള്ള തങ്ങളുടെ കൂട്ടായ്മയും മാർത്തോമാ സ്ലീഹായുടെ പിൻഗാമിയായ സഭാ തലവനോടുള്ള വിധേയത്വവും പ്രകടിപ്പിക്കാനുള്ള അവസരമായാണ് ഗ്രേറ്റ് ബ്രിട്ടനിലെ സീറോ മലബാർ വിശ്വാസികൾ കാണുന്നതെന്ന് ബിഷപ്പ് മാർ ജോസഫ് ശ്രാമ്പിക്കൽ പറഞ്ഞു.
ദൈവവചന പാരായണം എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കുവാനും ആഹ്വാനം ചെയ്ത് വിജയപുരം രൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ ദൈവവചന സഭയുടെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. 79 രാജ്യങ്ങളിലായി 49 മെത്രാന്മാരും 6000-ഓളം സന്യസ്തരുമായി ലോകമെമ്പാടും പടർന്നു പന്തലിച്ച് കിടക്കുന്ന SVD സഭയ്ക്ക് ആഗോള കത്തോലിക്ക സഭയിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന വചന സന്ദേശത്തിൽ ബിഷപ്പ് ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പറഞ്ഞു. ദൈവവചന പാരായണം എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കുവാനും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. കുന്നോത്ത് കൊറോണതല AKCC ജാഗ്രത ദിനാചരണം നടത്തി. കുന്നോത്ത് തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണ്ണയിക്കുമ്പോൾ കർഷക അധിവാസ കേന്ദ്രങ്ങളെയും കൃഷിഭൂമിയെയും ഒഴിവാക്കുക, മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, വയനാട് കരിന്തളം 400 kV ലൈൻ കടന്നുപോകുന്നതിനാൽ കൃഷിഭൂമി നഷ്ടപ്പെടുന്ന കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഗ്രത ദിനാചരണം നടത്തിയത്. പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ വയനാട് ജില്ലാ മാനന്തവാടി രൂപത നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ ആഘോഷിച്ചു. സെപ്റ്റംബർ 8 ഞായറാഴ്ച വൈകുന്നേരം ദേവാലയത്തിൽ ജപമാലയോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഗർവാസിസ് മറ്റം ആഘോഷമായ തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാനന്തവാടി രൂപത സഹായം മിത്രാൻ അഭിമന്യ ഡോക്ടർ അലക്സ് താരാമംഗലം വചന സന്ദേശം നൽകി. നടവയൽ ലാസ്ലറ്റ് ആശ്രമം സുപ്പീരിയർ ഫാദർ ബെന്നി തടത്തിക്കുന്നേൽ, ലാസ്ലറ്റ് ഇടവക സഹവികാരി ഫാദർ തോമസ് OSH, ഫാദർ ജോസഫ് OSH എന്നിവർ സഹകാർമ്മികരായിരുന്നു. 78 അമ്മമാർ ചേർന്ന് സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കി. ഇടുക്കി രൂപതയിലെ പാറത്തോട് സെയിന്റ് ജോർജ് ഫൊറോന ഇടവകയിലെ അമ്മമാരാണ് ഒരു വർഷം കൊണ്ട് ബൈബിൾ എഴുതിയിരിക്കുന്നത്. 1600 പേജുള്ള ബൈബിളിന് 12 കിലോ ഭാരമാണുള്ളത്. കഴിഞ്ഞ 8 നോയമ്പിനാണ് ഇടവകയിലെ വികാരിയച്ഛന്റെ ആഹ്വാനപ്രകാരം മാതൃവേദി അംഗങ്ങളായ അമ്മമാർ ചേർന്ന് സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്തിലൂടെ നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ദിനം തങ്ങൾ എഴുതിയ ബൈബിൾ അമ്മമാർ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു. കണ്ണവം പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും ദുരിതം അനുഭവിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ കുടുംബങ്ങൾക്ക് കാരിത്താസിന്റെയും കെയ്റോസും സംയുക്തമായി സഹായം നൽകി. കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല സഹായം കൈമാറി. സെയിന്റ് കൊർണേലിയൂസ് ദേവാലയ ഹാളിൽ നടന്ന ചടങ്ങിൽ കെയ്റോസ് ഡയറക്ടർ ഫാദർ ജോമോൻ ചെമ്പകശ്ശേരി, ഇടവക വികാരി ഫാദർ ലെനിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. സിസ്റ്റർ ബീന, വിനയ സെര, കെ അരുൺ, ജോബിയ മാത്യു എന്നിവർ നേതൃത്വം നൽകി. KCYM സംസ്ഥാന സമിതിയും KCYM ഇരിങ്ങാലക്കുട രൂപതയും സംയുക്തമായി മദർ തെരേസ അനുസ്മരണം സംഘടിപ്പിച്ചു. ചേലൂർ ബെദസയ്യ ആശ്രമത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് MJ ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KCYM ഇരിങ്ങാലക്കുട രൂപത ഡയറക്ടർ ഫാദർ ചാക്കോ കാട്ടുപറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. സിസ്റ്റർ നോബർട്ട CTC, ഷാലിൻ ജോസഫ്, ഡിബിൻ ഡൊമിനിക്, ബ്രദർ സാബു MMB, ആൽബിൻ ജോയ് എന്നിവരും നേതൃത്വം നൽകി. കത്തോലിക്ക കോൺഗ്രസ് പുളിങ്കുന്ന് ഫൊറോന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ മദർ തെരേസയുടെ 27ാമത് ചരമവാർഷിക അനുസ്മരണം നടന്നു. അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് അർഹതപ്പെട്ടവന് നന്മ നിഷേധിക്കരുതെന്നും കാരുണ്യത്തോടെ മുഖം നോക്കാതെ പരസഹായം ചെയ്തിരുന്ന പുണ്യമാതൃകയാണ് വിശുദ്ധ മദർ തെരേസയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫൊറോന പ്രസിഡന്റ് ഡോണിച്ചൻ പുളിങ്കുന്ന് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം അതിരൂപതയിലെ BCC സമിതിയിൽ പ്രവർത്തിക്കുന്ന ആനിമേറ്റേഴ്സിനായി മീഡിയ ശില്പശാല നടത്തി. മൾട്ടിമീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ഉപകരിക്കുന്ന ദിനമാണ് ശില്പശാല നടത്തിയത്. അതിരൂപത മീഡിയ കമ്മീഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ശ്രീ സതീഷ് ജോർജ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. മൾട്ടിമീഡിയ, സോഷ്യൽ മീഡിയ എന്നിവയുടെ സഹായത്താൽ കൊറോണ ഇടവകതല കൂടിവരവുകൾ, സെമിനാറുകൾ, ക്ലാസുകൾ എന്നിവ കാര്യക്ഷമമായി എങ്ങനെ നടപ്പിലാക്കാമെന്നും വിവിധ പരിപാടികൾക്ക് ശേഷം മാധ്യമങ്ങളുടെ സഹായത്താൽ പ്രവർത്തനങ്ങളെ കൂടുതൽ പേരിലെത്തിക്കാനും ഉപകരിക്കുന്നതായിരുന്നു മീഡിയ ശില്പശാല. ചങ്ങനാശ്ശേരി അതിരൂപത വിങ്സ് 2.0യും ചാസും സംയുക്തമായി SB കോളേജ് കല്ലറക്കൽ ഹാളിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. KVIC സംസ്ഥാന ഡയറക്ടർ സിജി ആണ്ടവർ അധ്യക്ഷത വഹിച്ചു. കേരള പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഡയറക്ടർ AR ഷാജി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. അമല മെഡിക്കൽ കോളേജ് മനോരോഗ വിഭാഗം നടത്തിയ ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം അമേരിക്കയിലെ ബെല്ലാർമിൻ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഫാദർ ജോൺ പോഴത്ത് പറമ്പിൽ നിർവഹിച്ചു. അമല ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ ഡെൽജോ പുത്തൂർ, ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് ആന്റോ, HOD ഡോക്ടർ ഷൈനി ജോൺ, ഡോക്ടർ വിനീത് ചന്ദ്രൻ, ഡോക്ടർ ആയിഷ ഷെറിൻ, സൈക്കോളജിസ്റ്റ് നിജി വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി
സമൂഹ സ്ഥാപകൻ ധന്യൻ മാർ ഇവാനിയോസ് അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ബഥനിയുടെ ഈറ്റില്ലമായി തിരുമൂലപുരം പ്രൊവിൻഷ്യൽ മന്ദിരത്തിലേക്ക് ദീപശിഖ പ്രയാണം നടത്തി. ബഥനിയുടെ ആദ്യ മന്ദിരമായ തിരുമൂലപുരം ബഥനി പ്രൊവിൻഷ്യൽ ഹൗസിൽ എത്തിച്ചേർന്ന ദീപശിഖ തിരുവല്ല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ജോബ്സി ഏറ്റുവാങ്ങി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 18 നടക്കും. ഓർത്തഡോക്സ് സഭ അഖില മലങ്കര പ്രാർത്ഥന യോഗവും കൊല്ലം ഭദ്രാസന പ്രാർത്ഥന സംഗമവും മധ്യസ്ഥ പ്രാർത്ഥനയും നെടുമ്പായ്ക്കുളം സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ കൊല്ലം ഭദ്രാസന അധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവാനിയോസ് ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ എബ്രഹാം എം വർഗീസ് അധ്യക്ഷത വഹിച്ചു. സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ KL മാത്യു വൈദ്യൻ കോർ എപ്പിസ്കോപ്പ ധ്യാനം നയിച്ചു. കോട്ടൂർ വയൽ KCWAയുടെ ആഭിമുഖ്യത്തിൽ ബൈബിളിലെ പുതിയ നിയമം എഴുതുവാൻ ആരംഭം കുറിച്ചു. മാതാവിന്റെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം KCWA ചാപ്ലിൻ ഫാദർ മാത്യു വട്ടക്കുളങ്ങര ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് സിജ സഞ്ജു ഞാറോലിക്കൽ അധ്യക്ഷത വഹിച്ചു. KC വയൽ മണക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അധ്യാപക ദിനവും മാതാവിന്റെ ജനന തിരുനാളും ആഘോഷിച്ചു. അതിരൂപത വൈസ് പ്രസിഡന്റ് നിതിൻ പനന്താനത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജിയോ ജോമോൻ കുന്നപ്പള്ളിയിൽ സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് ചാപ്ലിൻ ഫാദർ ദിബു ഇറപ്പുറത്ത് അധ്യാപക ദിനാശംസകൾ നേർന്നു. യുവ അധ്യാപകനായ നിതിൻ ജോസ് പനന്താനത്തിനെയും ഇടവകയിലെ സൺഡേ സ്കൂൾ അധ്യാപകരെയും ആദരിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.